ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NCERT മലയാളം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്ലാസ് 9th ഇംഗ്ലീഷ് പോയം എ ലെജൻഡ് ഓഫ് നോർത്ത് ലാൻഡ് റിട്ടൺ ബൈ ഫിയോബി ക്യാരി ആണ്. സോ നോർത്ത് ലാൻഡ്, അതായത് നോർത്തേൺ പോൾസിലുള്ള ഒരു ലെജൻഡിനെ പറ്റിയാണ്, അവിടുത്തെ ഒരു കഥ, ലെജൻഡ് സ്റ്റോറീനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയം എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, ഇറ്റ്സ് എ പോയം. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബല്ലാഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പോയം. അതായത് ഈ ഒരു പോയം നറേറ്റിംഗ് എ സ്റ്റോറി ഇൻ ഷോർട്ട് സ്റ്റാൻസാസ്. ഒരു സ്റ്റോറിയെ ഒരു ഷോർട്ട് സ്റ്റാൻസയിൽ ഇങ്ങനെ നറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾക്ക് ബല്ലാഡ് എന്ന് പറയാം. അപ്പോൾ മിക്ക സ്റ്റാൻസാസും, ഓൾ സ്റ്റാൻസ കംപ്രൈസസ് ഓഫ് 4 lines. എല്ലാ സ്റ്റാൻസയിലും 4 lines ഉണ്ടാകും. ഏകദേശം 16 stanzas ആർ there. സോ ദിസ് ഇസ് എ ബിഗ് സ്റ്റോറി. സോ നോർത്ത് ലാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഏരിയ ഇൻ ദ നോർത്ത് പാർട്ട് ഓഫ് ദി എർത്ത്. നോർത്തേൺ പോൾസിലുള്ള ഏരിയയാണ് നോർത്ത് ലാൻഡ് എന്ന് പറയുന്നത്. സോ ഓൾറെഡി വി സെഡ് വാട്ട് ഈസ് എ ലെജൻഡ് ഈസ് എ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി, അതായത് ഇൻ വിച്ച് ഇറ്റ് ഈസ് പാസ്ഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതായത് ഒരു തലമുറ നിന്ന് വേറെ തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറ്റം എന്ന് കിട്ടുന്ന സ്റ്റോറിയാണ്, ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയാണ് നമുക്ക് ലെജൻഡ് എന്ന് പറയാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസ്കസ് സ്റ്റാൻസ 1, ലെജൻഡ് ഓഫ് നോർത്ത് ലാൻഡ്. Away in the Northland, where the hours of the day are few and the nights are so long in winter that they cannot sleep them through. അതായത് ദൂരെ അങ്ങ് നോർത്ത് ലാൻഡിൽ ഹവേഴ്സൊക്കെ വളരെ കുറവാണ്. നൈറ്റ്സൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര നീണ്ടിട്ടാണ്. അതായത് അവർക്ക് ശരിക്കൊന്നും ഉറങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോഴത്തേക്ക് എന്താകും, നൈറ്റ് കഴിയും. സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ duration of night is very long എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ were the harness of swift reindeer to the sledges when it snows, and the children look like bear's cubs in their funny furry clothes. സോ were they harness വെച്ചാൽ എന്താ, ടൈ ദ റെയിൻഡിയർ വിത്ത് എ റോപ്പ് അല്ലേ. അതായത് റെയിൻഡിയർ എന്ന് പറയുന്നത് ഈ നോർത്ത് പോൾസിൽ കാണുന്ന ഒരു ജീവിയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സാന്റാക്ലോസ് ഒക്കെ റെയിൻഡിയറിലാണ് ഇങ്ങനെ പോകുന്നത്. അതാണ് റെയിൻഡിയർ, ആ ജീവിക്കാണ് നമ്മൾ റെയിൻഡിയർ എന്ന് പറയാം. അപ്പോൾ റെയിൻഡിയർ ഒരു റോപ്പ് വെച്ചിട്ട് അതിൻ്റെ സ്ലെഡ്ജ് എന്ന വാഹനം, ആ വാഹനത്തിലേക്ക് കെട്ടുന്നതിനാണ് നമ്മൾ ഹാർനസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ ഹാർനസ് ചെയ്യുന്നത്, സ്വിഫ്റ്റ് റെയിൻഡിയർ ടു ദ സ്ലെഡ്ജസ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്നോയിലൊക്കെ പോകുന്ന വണ്ടിക്കാണ് നമ്മൾ സ്ലെഡ്ജസ് എന്ന് പറയുന്നത്. എ വെഹിക്കിൾ that run for conveying or transport loads or passengers over snow or ice. ഐസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഗുഡ്സോ പാസഞ്ചേഴ്സൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്ന വെഹിക്കിളിനെയാണ് സ്ലെഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമ്മുടെ റെയിൻഡിയറിനെ സ്ലെഡ്ജസിലേക്ക് ഹാർനസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതായത് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ, സ്വിഫ്റ്റ് മീൻസ് ഫാസ്റ്റ് റൺ അല്ലേ, റണ്ണിങ് ഫാസ്റ്റ്ലി എന്ന മീനിങ് ആണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ചിൽഡ്രൻ ലുക്ക് ലൈക്ക് ബിയേഴ്സ് കപ്സ്. അപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെ കാണുന്നത്, അവിടെ ബിയറിൻ്റെ കബ്ബ് പോലെ അല്ലേ, ബിയറിൻ്റെ കുട്ടികളെ പോലെയാണ് കാണുന്നത്. കാരണം അവരെന്താണ്, ഫുള്ളിങ്ങനെ ഫെർഡ് ആയിട്ടുള്ള, അതായത് രോമങ്ങളൊക്കെ ഉള്ള ക്ലോത്ത്സ്, വിൻ്റർ ക്ലോത്ത്സ് ഇട്ടിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കരടി കുട്ടികളെ പോലെയാണ് കുട്ടികളെ നമുക്ക് കാണുന്നത്. They tell them a curious story. I don't believe this true, and yet you may learn a lesson if I tell you the tale to you. സോ അവിടെ ഒരു നല്ലൊരു ക്യൂരിയസ് സ്റ്റോറി ഉണ്ട്. എനിക്കറിയില്ല നിങ്ങളിത് വിശ്വസിക്കുമെന്ന്, പക്ഷേ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു പാഠമായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നാൽ നിങ്ങളതൊരു പാഠമായിട്ട് കണക്കാക്കണം. സോ വാട്ട് വാസ് ദ സ്റ്റോറി? Once when the good Saint Peter lived in the world below and walked about it, preaching just as he did, അല്ലേ. ഇതിൽ പറയുന്നത് സെയിൻറ്റ് പീറ്ററിനെ പറ്റിയാണ്. സെയിൻറ്റ് പീറ്റർ നമുക്കറിയാം, സെയിൻറ്റ് പീറ്റർ ആരായിരുന്നു, ഹി വാസ് എ ഡിസിപ്പിൾ ഓഫ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ഡിസിപ്പിളാണ്, അതായത് ശിഷ്യനാണ് സെയിൻറ്റ് പീറ്റർ. അപ്പോൾ സെയിൻറ്റ് പീറ്റർ ഇങ്ങനെ ലോകം ചുറ്റുകയാണ്, ഇങ്ങനെ നടന്നുകൊണ്ട് എല്ലാവരോടും പ്രീച്ച് ചെയ്യുക, അതായത് റിലീജിയസ് ടോക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന പോലത്തെ. He came to the door of the cottage, traveling round the earth, where a little woman was making cakes and baking them on the hearth. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു കോട്ടേജിൻ്റെ ഡോറിൻ്റെ അവിടെ പോയി നിന്നു. അങ്ങനെ അദ്ദേഹം ഈ ലോകം ചുറ്റുന്ന ഒരു തിരക്കിൽ അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടു. ആ കോട്ടേജിൻ്റെ മുന്നിൽ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ എന്ത് ചെയ്യായിരുന്നു, കേക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ഹേർത്തിൻ്റെ മുകളിൽ, അതായത് ഒരു ഫയർ പ്ലേസിൻ്റെ മുകളിൽ ഇങ്ങനെ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ആൻഡ് ബീങ് ഫെയിൻറ്റ് വിത്ത് ഫാസ്റ്റിംഗ് ഫോർ ദ ഡേ വാസ് ഓൾമോസ്റ്റ് ഡൺ, ഹി ആസ്ക്ഡ് ഹെർ ഫ്രം ഹെർ സ്റ്റോർസ് ഓഫ് കേക്ക്സ് ടു ഗീവ് ഹിം എ സിംഗിൾ വൺ.
സോ അദ്ദേഹം ഇപ്പോൾ ആകെ വിശന്നിരിക്കുകയാണ് അല്ലേ. ഹി വാസ് ഫെയിൻറ്റ് വിത്ത് ഫാസ്റ്റിംഗ്. അദ്ദേഹത്തെ തല ചുറ്റാനൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട്. അപ്പോൾ ആ ദിവസം ഏകദേശം കഴിയാറായപ്പം അദ്ദേഹം ഇവരോട് ചോദിച്ചു, അവർക്കൊരു സ്റ്റോർ ഓഫ് കേക്ക്സ് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അവരോടൊരു കേക്ക് തരാൻ വേണ്ടിയിട്ട് അല്ലേ, ടു ഗീവ് ഹിം എ സിംഗിൾ കേക്ക്, അദ്ദേഹത്തിനൊരു കേക്ക് കൊടുക്കാൻ വേണ്ടി ചോദിച്ചു. So she made a very little cake, but as it baking lay, she looked at it and thought it seemed too large to give away. സോ അവരിങ്ങനെ ഇത് നോക്കിയപ്പോൾ അവർക്ക് തോന്നി ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അവർക്ക് തോന്നി ചെറിയ കേക്കാണ്. അവരിത് ബേക്ക് ചെയ്യാൻ നിന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് വലുതാണ്, ഇത് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല എന്ന്. Therefore she needed another and still a smaller one, but it looked when she turned it over as large as the first had done. സോ അവർ പിന്നെയും മാവ് കുഴക്കാൻ തുടങ്ങി അല്ലേ, പിന്നെയും നീഡ് ചെയ്യാൻ തുടങ്ങി, അതായത് കുഴക്കാൻ തുടങ്ങി. അപ്പോൾ അതിലെന്താണ് അവർ കുറച്ചും കൂടി ചെറുതെന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അവരത് മറ്റേതുമായി കമ്പയർ ചെയ്തപ്പോൾ അവർക്ക് തോന്നി അത് കുറച്ചും കൂടെ വലുതാണെന്ന്. ബട്ട് ഇറ്റ് ലുക്ഡ് വെൻ ഷീ ടേൺഡ് ഇറ്റ് ഓവർ ആസ് ലാർജ് ആസ് ദ ഫസ്റ്റ് ഹാഡ് ഡൺ. ഒന്നാമത് ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചും കൂടെ വലുതാണെന്ന് തോന്നി. ദെൻ ഷീ ടുക്ക് എ tiny scrap of dough and rolled it flat and baked it in as a wafer, but she couldn't part with that. സോ അതിന് ശേഷം അവരെന്ത് ചെയ്തു, ചെറിയൊരു സ്ട്രീപ്പിൽ അല്ലെങ്കിൽ ചെറിയൊരു പീസ് എടുത്തിട്ട് എന്ത് ചെയ്തു, അവരിങ്ങനെ നീഡ് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് അത് റോൾ ചെയ്ത് ഫ്ലാറ്റാക്കി, ഒരു വേഫർ പോലെ ഫ്ലാറ്റാക്കി. എന്നിട്ട് അതെന്ത് ചെയ്തു, ബേക്ക് ചെയ്യാൻ വെച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല, അവർക്ക് തോന്നി അതും ഈ പറയുന്ന സെയിൻറ്റ് പീറ്റർക്ക് കൊടുക്കാൻ പറ്റിയതല്ല, അതും വളരെ ചെറുതാണ്. For she said, my cakes that seem too small when I eat 4 of them myself, are you at large to give away? And she put them on the shelf. അപ്പോൾ അവർ പറയാണ്, എൻ്റെ കേക്ക് ഞാൻ കഴിക്കുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്കത് വളരെ വലുതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആ ഷെൽഫിലേക്ക് തന്നെ ആ കേക്ക് എടുത്ത് വെച്ചു. Then good Saint Peter grew angry, for he was hungry and faint, and surely such a woman was enough to provoke a saint. സോ അവർക്ക് സെയിൻറ്റ് പീറ്റർക്കാണ് ഇത് കണ്ടിട്ട് ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം ഭയങ്കര വിശന്നിട്ട് ഇങ്ങനെ തലചുറ്റാനായിരിക്കുകയാണ്. ഈ ഒരു സ്ത്രീ എന്ത് ചെയ്തു, അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യാണ് അല്ലേ. ഷീ മേക്ക് ഹിം ആംഗ്രി. പ്രൊവോക്ക് ചെയ്തു. പ്രൊവോക്ക് എന്ന് വെച്ചാൽ എന്താ, മേക്ക് ഹിം ആംഗ്രി. അങ്ങനെ ഒരു പാവം ഒരു സെയിൻറ്റിനെ ഇവരെന്ത് ചെയ്തു, ദേഷ്യം പിടിപ്പിച്ചു. ആൻഡ് ഹി സെഡ്, you are too selfish to dwell in human form, to have both food and shelter and fire to keep you warm. അപ്പോൾ നിങ്ങൾ ഭയങ്കര സെൽഫിഷാണ്, നിങ്ങൾ ഭയങ്കര സ്വാർത്ഥതയാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഡ്വെൽ ചെയ്യാൻ പറ്റില്ല അല്ലേ, ഒരു ഹ്യൂമൻ ഫോമിലാക്കിയിട്ട് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹ്യൂമൻ ഫോമിൽ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല. ഡ്വെൽ എന്ന് വെച്ചാൽ ടു ലീവ്. അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഷെൽട്ടർ കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും തണുക്കുമ്പോൾ വാമാക്കാനൊന്നും നിങ്ങൾ യോഗ്യരല്ല എന്ന് നമ്മുടെ സെൻറ്റ് പീറ്റർ പറയാണ്. സോ നൗ യു ഷാൾ ബിൽഡ് ആസ് ദ ബേർഡ്സ് ടു ആൻഡ് ഷാൾ ഗെറ്റ് യുവർ സ്കാൻറ്റി ഫുഡ് ബൈ ബോറിങ് ഓൾ ഡേ ഇൻ ദ ഹാർഡ് ഡ്രൈ വുഡ്. അപ്പോൾ അവരങ്ങനെ കേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ ശപിക്കുകയാണ്. ഇനി നിങ്ങൾ ബേർഡ്സിൻ്റെ കൂട്ടത്തിലാവട്ടെ, അവിടെ നിങ്ങൾക്ക് കുറച്ച് ഫുഡേ കിട്ടുള്ളൂ അല്ലേ. ഷീ വിൽ ഗെറ്റ് എ സ്കാൻറ്റി ഫുഡ് അല്ലേ. അങ്ങനെ നിങ്ങൾ ബോർ എന്ന് വെച്ചാൽ എന്താ, കുഴിച്ച് വളരെ കുറച്ച് കുഴിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫുഡേ കിട്ടുള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കട്ടിയുള്ള വിറകിലായിരിക്കും അല്ലെങ്കിൽ ഡ്രൈ വുഡിലായിരിക്കും നിങ്ങൾ കുഴിക്കേണ്ടി വരിക. Then she went up through the chimney, never speaking a word, and out of the top flew a woodpecker, and she was changed into a bird. സോ അവരിങ്ങനെ ചിമ്മിനീൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവർക്കൊന്നും സംസാരിച്ചില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പറന്നിട്ട് ഒരു വുഡ് പെക്കർ അല്ലേ, മരം കൊത്തിയുടെ രൂപത്തിൽ വന്നു. അങ്ങനെ എന്ത് ചെയ്തു, അവരൊരു ബേർഡായിട്ട് മാറി. She had a scarlet cap on her head, and that was left the same, but all the rest of her clothes were burnt black as coal in the flame. സോ അവരുടെ തലയിലൊരു സ്കാർലറ്റ് പോലത്തെ ഒരു തൊപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തൊപ്പി, സ്കാർലറ്റ് എന്ന് പറയുമ്പോൾ ഒരു റെഡ് കളേർഡ് അല്ലേ, ബ്രില്യൻ റെഡ് കളറാണ് സ്കാർലറ്റ്. ആ കളറിലുള്ള ക്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ക്ലോത്ത്സ് എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ തീ പിടിച്ച് കത്തിപ്പോയി. അങ്ങനെ അതൊരു ബ്ലാക്ക് കോളായിട്ട് മാറി അവരുടെ ക്ലോത്ത്സൊക്കെ. പക്ഷേ അവരുടെ സ്കാർലറ്റ് കളേർഡ് ആയിട്ടുള്ള ക്യാപ്പ് മാത്രമേ അവരുടെ തലയിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. And every country schoolboy has seen her in the wood where she lives in the trees till this very day, boring for food. അപ്പോൾ എല്ലാ സ്കൂൾ ബോയ്സ് അല്ലേ, അവിടെയുള്ള എല്ലാ സ്കൂൾ ബോയ്സ് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ചെടി അല്ലെങ്കിൽ ഒരു ട്രീൻ്റെ അല്ലെങ്കിൽ തടിയുടെ മുകളിൽ ഇങ്ങനെ കൊത്തി നിൽക്കുന്ന മരം കൊത്തിയെ കാണാറുണ്ട്. അവരെപ്പോഴും എന്ത് ചെയ്യും, എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വുഡ് പെക്കർ എന്ത് ചെയ്യും, ഇങ്ങനെ ബോർ ചെയ്ത് അല്ലെങ്കിൽ കുഴിച്ചിട്ടാണ് ഫുഡ് കണ്ടെത്താറ്.
അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ പാരൻസും ഇത് അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നൊരു സ്റ്റോറിയാണ് അല്ലേ. ദിസ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ലെജൻഡ് സ്റ്റോറി. സോ ഇതാണ് ഫ്യോബി കാരി എഴുതിയൊരു സ്റ്റോറിയാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്കറിയാം ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള മോറൽ സ്റ്റോറിയാണ് അല്ലേ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കാരം കാണിക്കാൻ പാടില്ല. നമ്മൾ പരസ്പരം എല്ലാവരെയും സ്നേഹിക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെ പാതയിലുള്ളതായിരുന്നു നമ്മുടെ സെയിൻറ്റ് പീറ്റർ. അവരോട് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അവരെ കേഴ്സ് ചെയ്തത് അല്ലേ, അവർ ശപിച്ചത്. സോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു പോയം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു ദിസ് ഇസ് എ ബാലഡ് ഇസ് എ song narrating a story in short stanzas. So ballads are the part of folk culture or popular culture, are passed on orally from one generation to another. A legend from Northland is a ballad അല്ലേ. ഇതൊരു ബാലഡാണ്. ഇത് എന്ത് ചെയ്യുന്നു, അവരുടെ കൾച്ചറൽ അല്ലെങ്കിൽ ഫോക്ക് കൾച്ചറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതൊരു ജനറേഷനിൽ നിന്ന് വേറെ ജനറേഷനിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്. We will be uploading a portion on question answers of this chapter. So take care.